Hey guys, welcome back to another video. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് India's first bagged Swift Desire. What you want, don't ever call me a side. You know what I want, girl, I'm tryna make you mine. Hey, yo, excuse me, please don't confuse me. Liquid in my cup, I keep it juicy, juicy. I used to be like that way back then. I was way back then. I had bricks back then. I'm on the hip in case the obstacle. My homie Tommy always had the hook up. You do it. Me what you want, don't ever call me a side. You know what I want, girl, I'm tryna make you mine. Hey, yo, excuse me, please don't confuse me. Liquid in my cup. അപ്പോൾ ഏർലി 2000-ലാണ് ഫിയറ്റ് ഇതേപോലെ ലൈസൻസ് കൊടുക്കുന്നത്. മാരുതി സുസുക്കിക്ക്, ടൊയോട്ടയ്ക്ക്, ഷെവർലെയ്ക്ക്, പിന്നെ കുറച്ച് യൂറോപ്യൻ ബ്രാൻഡ്സിന് എല്ലാവർക്കും എഞ്ചിൻ ഷെയർ ചെയ്യാവുന്ന ഫിയറ്റ് 2000-ലാണ് ലൈസൻസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാറുകളുടെയൊക്കെ ഫ്യൂൽ എഫിഷ്യൻസിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു 2008-2011 കാലം കണ്ടെങ്കിൽ കോമ്പാക്ട് സെഡാൻ അടക്കി ഭരിച്ച് ദ മൈലേജ് കിങ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു മുതലാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് സ്വിഫ്റ്റ് ഡിസയർ. ഈ ഒരു എഞ്ചിനെ ഒരു നാഷണൽ എഞ്ചിനായിട്ടൊക്കെ പറയാം. കാരണം ഇത് വന്നിരുന്നു ഒത്തിരി, അതായത് സ്വിഫ്റ്റിൽ വന്നിരുന്നു, സ്വിഫ്റ്റ് ഡിസയറിൽ വന്നിരുന്നു, റിഡ്സിൽ വന്നിരുന്നു, സിയാസിൽ വന്നിരുന്നു, അങ്ങനെ കുറേ വണ്ടികളിൽ. അതുകൊണ്ട് ഇതിനൊരു ചെല്ലപ്പേരെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നിക് നെയിം എന്നൊക്കെ പറയാം. ഇതിന് നാഷണൽ എഞ്ചിൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 1.3 ലിറ്റർ 4 സിലിണ്ടർ DOST ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റിലയബിൾ ആണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ റിലയബിൾ ആണ്. മാർക്കറ്റിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ മൈലേജ്, അതേപോലെ തന്നെ ആളുകൾക്ക് മെയിൻ്റനൻസ് കുറവായിരുന്നൊരു എഞ്ചിനാണ് ഈ എഞ്ചിൻ. ഇതിലെന്ന് പറയുമ്പോൾ 1.3 ലിറ്റർ DDIS എഞ്ചിൻ എന്ന് പറയും. അതായത് മാരുതി സുസുക്കി ഇതിനെ വിളിക്കുന്ന ഡീസൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയും. അത് ഇവിടുത്തെ പേരാണ് അതിന്. പക്ഷേ ഇതിന് ഫിയറ്റിൻ്റെ ഭാഷയിൽ മൾട്ടിജെറ്റ് എഞ്ചിൻസ് എന്നാണ് പറയുന്നത്. ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഫിക്സഡ് ജോമെട്രിക് ടെർബോ, അതായത് FGT ടെർബോസ് ആണ് വരുന്നത്. ഇതിൽ CRDA ടെക്നോളജി, കോമൺ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ ഒരു ഭയങ്കര സക്സസ് ഇതിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഇതിനകത്ത് നിന്ന് പറയുമ്പോൾ അഫോർഡബിൾ പ്രൈസ്, പിന്നെ നല്ല റിലയബിലിറ്റി, പിന്നെ നല്ല മെയിൻ്റനൻസ് കുറവ്, ഇങ്ങനെയുള്ള എല്ലാ രീതികളിലും നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സെഡാൻ, അതായത് കോമ്പാക്ട് സെഡാൻ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൂൾഫിൻ്റെ സ്റ്റേജ് 2 ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാഗ് ചെയ്ത സ്വിഫ്റ്റ് ഡിസയർ ഇതാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ഐലിഡ് പോലെ തന്നെ വന്നിട്ടുണ്ട്. TRLs വെച്ചിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി ത്രൂ ഔട്ട് സൈഡിലും എല്ലാം. ഇന്ന് നമ്മളോട് ഉണ്ണിബ്രോ ഉണ്ട്. ഉണ്ണിബ്രോ വെൽക്കം. ഹലോ. ഉണ്ണിബ്രോ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാറിൻ്റെ ക്രേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? കൊച്ചിയിൽ തൊട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് വാഹനം? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതിന് മുമ്പ് 800 ആയിരുന്നു രണ്ടാമത്തെ വണ്ടി ഇത്. ഓക്കെ. അപ്പം പണിയണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ എടുത്തതാണ്? അല്ലല്ല, ഫസ്റ്റ് പണിയെന്ന ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നോർമലി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ആദ്യമൊന്നും പിന്നെ ചെറിയ ചെറിയ ആ ഒരു ഇതിൻ്റെ അനുസരിച്ചുള്ള മോട്ടിവേഷൻ. പിന്നെ ഇങ്ങനെ ഓരോന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയും ഒരു യൂണീക്ക് ആക്കണം, ഇങ്ങനെ ഒരു വണ്ടി ഇല്ല. അപ്പം അങ്ങനെ ആയപ്പോൾ പിന്നെ പതിയെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓരോന്നാക്കി കൊണ്ടുവന്ന. അപ്പോൾ കിട്ടുന്ന സമയത്ത് വണ്ടി കംപ്ലീറ്റ് സ്റ്റോക്ക് ആയിരുന്നോ? പക്കാ സ്റ്റോക്കായിരുന്നു. എങ്ങനെ ഈ വാഹനത്തിലേക്ക് എത്തിയത്? എന്ന് പറയുമ്പം ഞാനൊരു യാത്ര പോയതാ. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ പുള്ളിയുടെ കൂട്ടത്തിൽ ഒരു യാത്ര പോയതാ. അന്ന് ഒരു ഇഷ്ടം തോന്നി ആ വണ്ടി എടുത്ത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കൊടുക്കുവാന്ന് പറഞ്ഞ്, പുള്ളി വേറൊരു വണ്ടി എടുക്കുവാന്ന് പറഞ്ഞു, 7 സീറ്റർ എടുക്കുവാന്ന് പറഞ്ഞു. എനിക്കൊരു ആഗ്രഹം. അപ്പം വീട്ടിൽ ആദ്യമൊന്നും സമ്മതിച്ചില്ല. ആദ്യമേ ഭയങ്കര വഴക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പറഞ്ഞ് എടുപ്പിച്ച്. എങ്ങനെയുണ്ട് മോഡൊക്കെ ചെയ്യുന്നതിന് വീട്ടിൽ സപ്പോർട്ടുണ്ടോ? സപ്പോർട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അച്ഛൻ സപ്പോർട്ടാണ്, കുഴപ്പമില്ല. ആദ്യമൊക്കെ ഒരിത് പറയും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെയ്തോളാനൊക്കെ പറയും. ഓക്കെ. അപ്പോൾ എടുത്തു കഴിയുമ്പം എന്താണ് നമ്മൾ ആദ്യം എന്തായിരുന്നു മനസ്സിലുള്ള പ്ലാൻ? ആദ്യമെന്ന് പറയുമ്പം അലോയി ആയിരുന്നു. അലോയി ഇല്ല, അന്ന് എടുത്ത സമയത്ത് ഫുള്ള് റിമ്മും വീൽ കപ്പും ഒക്കെ ആയിരുന്നു. അന്ന് അത് കഴിഞ്ഞ് അലോയി ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അന്ന് കുറേ വണ്ടികൾ ഓടുന്നതിൽ സ്റ്റോക്ക് അലോയിസ് കുറേ കണ്ടായിരുന്നു. അങ്ങനെ അലോയി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ഒരു കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ അലോയിലായിരുന്നു. അപ്പോൾ തുടക്കം അലോയിലല്ലായിരുന്നു. അലോയിക്ക് ഇച്ചിരി നമുക്ക് അപ്പം ആ ഒരു ഇതിൽ അത്ര പറ്റാത്തതുകൊണ്ട് വേറെ കുറേ സ്റ്റിക്കർ വർക്കും ഈ ലിപ്പ് വെക്കലും ഒക്കെ ആയിരുന്നു. അതൊക്കെ തന്നെ നമുക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് അലോയി ഇടുന്നത്. അതൊരു 14 ഇഞ്ച് ആയിരുന്നു. അത് കഴിഞ്ഞ് 14 ഇഞ്ച് ഇട്ട് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ റീൽസ് കാണാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്കിത് പോരാ, കുറച്ചുകൂടെ ഇതിട്ട് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ നിൽക്കും. പിന്നെ പല അഭിപ്രായം കൂട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റി ഇതായപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ നോക്കി ഇതിന് ചേരുന്നതായിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കി എടുത്തതാണ് ഈ വീല്. ഓക്കെ. ഈ വീലിൽ നിന്നാണ് തുടക്കം മെയിൻ മോഡിഫിക്കേഷൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്രയായിരുന്നു? ഇപ്പോൾ ഒരു 1 ഇയർ ആയി എടുത്തിട്ട്. എടുത്ത സമയത്തൊരു 45 ഓക്കെ അടുപ്പിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് എപ്പോഴാണ് പോയത്? അത് കഴിഞ്ഞ് പിന്നെ പോയത് കോയിൽ ഓവറിലോട്ടാണ് പോയത്. എന്തെന്ന് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാകും എന്നുള്ള രീതിക്ക് കോയിൽ ഓവറാണ് പിന്നെ ഞാൻ ചെയ്തത്.
കോയിലോവർ ഡോക്ടറിനോടെ കോയിലോവർ ചെയ്തു. ഓക്കെ. കോയിലോവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്കേർട്ടാണ് ചെയ്തത്. ബാക്കും സൈഡും സ്കേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു സൈഡിലൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് ഇഷ്യൂസ് കാരണം പറിച്ച് കളഞ്ഞ ഒരു ഗ്രാഫ് അടിച്ചായിരുന്നു. അത് നമ്മുടെ കൂട്ടുകാരൻ തന്നെ ഡിസൈൻ ചെയ്ത് വേറൊരു കൂട്ടുകാരൻ തന്നെ ഒട്ടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് പണ്ടോട്ടേ ഉണ്ടായിരുന്നു ഈ എയർ സസ്പെൻഷൻ വീഡിയോസ് കാണുമ്പോഴൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു എയർ ചെയ്യണമെന്ന്. അപ്പോൾ കോയിലോവർ എത്ര നാൾ ഓടിച്ചായിരുന്നു? കോയിലോവർ ഏകദേശം ഒരു 8 മാസം ഒന്നും ഓടിച്ചെന്ന് പറയാൻ പറ്റില്ല. 8 മാസം ഇട്ട് കാണും വണ്ടിയിലിട്ട്. അങ്ങനെ ഓടിക്കുന്നില്ലായിരുന്നു. ക്ലാസ്സിൽ പോകേണ്ടതുകൊണ്ടൊക്കെ ഇപ്പോൾ വണ്ടി വീട്ടിൽ തന്നെയായിരുന്നു. ഓക്കെ. ആഗ്രഹം കൊണ്ട് മാറ്റിയതാണോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ട് മാറ്റി? ഞാൻ ഈ ആഗ്രഹം കൊണ്ട് തന്നെ മാറ്റി. ഞാൻ കോയിലോവർ ഇട്ട സമയത്ത് തന്നെ മൈൻഡിലുണ്ടായിരുന്നു ഏതൊരു സമയത്ത് നമുക്ക് എയർ ചെയ്യണമെന്ന്. അപ്പം അന്നോട്ടേ ഫണ്ട് കറക്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ഓരോന്നേതൊന്നൊക്കെ മിച്ചം പിടിച്ചു. ലാസ്റ്റ് വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെ കൊണ്ടാ ഇത്ര എത്തിച്ചത്. അപ്പോൾ എത്ര രൂപയായി ടോട്ടൽ എയർ ചെയ്യാൻ വേണ്ടി? ഒരു 2 രൂപ അടുപ്പിച്ച് എയർ മാത്രമായിട്ടുണ്ടോ? പിന്നെ എന്താണ് അടുത്ത ലെവലിലേക്ക് വന്നപ്പോഴത്തേക്ക് ചെയ്തത്? പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കോയിലോവറിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കോയിലോവർ അതൊരു ബ്രോ ജാപ്റ്റൂൺ എന്ന് പറഞ്ഞൊരു തൃശ്ശൂരിലുള്ള പുള്ളിയായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ ട്യൂണിങ്ങിൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2-3 വീഡിയോസ് ഇങ്ങനെ ഈ ഒരു വണ്ടി കൂടെ ഉണ്ടായിരുന്നു ട്യൂൺ ചെയ്തത്. കേശവ ബ്രോ അല്ലേ? കേശവ ബ്രോ. അപ്പം പുള്ളിയോട് ഞാനിങ്ങനെ ആദ്യം വെച്ചു പറഞ്ഞായിരുന്നു നമുക്കിങ്ങനെ ട്യൂണിങ് ഒക്കെ എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞ എക്സോസ്റ്റ് പിന്നെ അങ്ങനെ ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞു. അന്ന് പക്ഷേ ഇപ്പം ബഡ്ജറ്റ് നമുക്ക് ആ കോയിലോവറൊക്കെ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി വലിയൊരു നോട്ടം പോയില്ല. അപ്പോൾ ഈ എയർ ചെയ്യുന്ന കൂടെ അതും കൂടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാലൊരു ഇതിലങ്ങ് കിടന്നോളും. ബാക്കി പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പെക്കിലോട്ടുള്ള രീതിക്ക് മാറ്റാമെന്നുള്ളൊരു. സ്കേർട്ട് ഒക്കെ ആദ്യമേ ചെയ്തായിരുന്നോ അതോ എങ്ങനെയാണ്? ഇല്ല, ഫ്രണ്ട് സ്കേർട്ട് ആദ്യമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ബമ്പർ ബീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൈഡും ഫ്രണ്ട് സ്കേർട്ട് ഉണ്ടായിരുന്നത് കോയിലോവറിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ കോയിലോവറിൻ്റെ കൂടെ സ്കേർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് താത്തിടുന്നതുകൊണ്ട് ആ ഒരു തട്ട് കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവരെ തന്നെ ആയിരുന്നു. പിന്നെ അത് ഇങ്ങനെ എയർ ആക്കിയപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് മാറി കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു. ഓക്കെ. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം? ലൈറ്റ്സ് അത് കുറച്ച് നാളേ ഉള്ളൂ. ഇപ്പോൾ അത് ഒരു എസ് ഗ്യാരേജ് എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു ബ്രോ തന്ന 2 പ്രൊജക്ടർ, അത് 3 കളർ വരുന്ന. ഓക്കെ. അത് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ മാറിയിട്ട്. അപ്പം ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റെസ്പോൺസ് ഉണ്ട്. വണ്ടി പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. നേരത്തെ നമുക്ക് സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യം. അപ്പം ഇപ്പം എത്ര bhp ഹൈക്ക് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ നോക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അപ്പം ട്യൂൺ ചെയ്തതിനപ്പോൾ എത്രയായിരുന്നു പ്രൈസും കാര്യങ്ങളും? ട്യൂണിന് മാത്രം മൊത്തത്തിലൊരു 75 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. എക്സോസ്റ്റും ട്യൂണിങ്ങും കൂടെ. അപ്പോൾ എക്സോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് റെസ്പോൺസ്? എക്സോസ്റ്റ് കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഫ്ലോ നമുക്ക് കറക്റ്റ് വണ്ടി നല്ല ഇത് കയറി പോകുന്നുണ്ട്. സൗണ്ട് എങ്ങനെയുണ്ട്? സൗണ്ട് കൊള്ളാം. ഒരു പിന്നെ പെട്രോളിന് അത്രയും വരത്തില്ല, ഡീസലിൻ്റെ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രോ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആ മൈലേജ് ഡ്രോപ്പ് അങ്ങനെ മൈലേജ് കൂടിയിട്ടുണ്ടോ എന്ന് ഡൗട്ടുള്ളൂ. അപ്പം മൈലേജിൻ്റെ കാര്യത്തിലും ഇല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് ഡ്രോബാക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഓക്കെ. സർവീസും കാര്യങ്ങളും നമ്മൾ ആ ഒരു നോർമലി സർവീസ് അല്ല, നമ്മളൊരു 5000 അല്ലെങ്കിൽ 5000 കിലോമീറ്റർ തന്നെ മാറ്റണം. നോർമൽ സർവീസ് ചെയ്യണം എന്നാണ് അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമ്മൾ ആദ്യമേ ഫിൽറ്റർ അപ്ഡേറ്റ് ചെയ്തത്. കാരണം എക്സോസ്റ്റ് അടിക്കുമ്പോൾ മെയിനായിട്ട് ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. നമുക്ക് അടുപ്പിച്ച് ഫിൽറ്ററും ട്യൂണിങ്ങും എക്സോസ്റ്റും കൂടെ പറ്റാത്തതുകൊണ്ട് ആദ്യമേ എന്നാൽ പിന്നെ ഫിൽറ്റർ ചെയ്യാമെന്ന് വിചാരിച്ച് ഫിൽറ്ററിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ബാക്കി എക്സോസ്റ്റും ട്യൂണിങ്ങും കൂടെ ചെയ്തത്. അത് രണ്ട് ഘട്ടമായിട്ട് തന്നെയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ എക്സോസ്റ്റ് അടിക്കുന്നതിന് മാത്രത്തിൽ എത്രയായിരുന്നു? എക്സോസ്റ്റിന് വില മാത്രം 50 രൂപ അടുത്തതാണ്ട് വന്നിട്ടുണ്ട്. ട്യൂണിങ് ഇല്ലാതെ എക്സോസ്റ്റ് മാത്രം. ഇൻസൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ഇൻസൈഡ് ഇപ്പോൾ എയറിൻ്റെ പ്രഷർ ഗേജ് അതിൻ്റെ സ്വിച്ചിങ്ങും കാര്യങ്ങളും അവിടെയാണ് വരുന്നതല്ലേ? ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് അപ്പ് ആൻഡ് ഡൗണും, ഇത് ബാക്ക് അപ്പ് ആൻഡ് ഡൗണും, ഇത് ഫുൾ ഡ്രോപ്പ്, ഇത് ആ റിമോട്ടിൻ്റെയാണ്. പിന്നെ കംപ്രസർ ഓൺ ഓഫ്. ഈ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് എപ്പോഴും കംപ്രസർ ഓൺ ആവും. അപ്പം ഇൻ കേസ് നമ്മൾ ബാറ്ററിക്ക് ലോഡ് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് അതിനുള്ള സ്വിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഇത് വെച്ചിട്ടുണ്ട്, ആൻഡ്രോയിഡ് സ്ക്രീന്. ആൻഡ്രോയിഡ് സ്ക്രീനിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിങ് വരുന്നുണ്ട് ഫുൾ ടൈം. ഓക്കെ. അപ്പോൾ അതിനൊക്കെ പ്രൈസൊക്കെ എത്രയായിരുന്നു? അതിന് ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും റെക്കോർഡിങ് ക്യാമറ ഉൾപ്പെടെ 21 രൂപയ്ക്ക് അടുത്ത് കണ്ട് വന്നായിരുന്നു. അല്ല, കറക്റ്റ് 21 രൂപ കണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ വരുന്ന ചേഞ്ച്. പിന്നെ ജസ്റ്റ് നമ്മൾ ആ ഗിയർ നോവ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ കമ്പനി വരുന്നത് മോമോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഗിയർ നോവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അല്ല, വേറൊന്നും അങ്ങനെ മാറ്റങ്ങളില്ല.
ബാക്കിയെല്ലാം തന്നെ സ്റ്റോക്ക് തന്നെ തന്നെയാണ്. സീറ്റ്സും കാര്യങ്ങളൊക്കെ സീറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒരു കവർ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിൽ JBL ഇതിരിപ്പുണ്ട്. സബ് വെച്ചിട്ടുണ്ട്, അത് നേരത്തെ വന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രൈമറി അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് സബും ആമ്പും വെച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ സബിന് 8 രൂപ ഏതാണ്ട് വന്നെന്ന് തോന്നുന്നു. ആമ്പിനും ഏകദേശം ആ റേറ്റ് തന്നെ വന്നായിരുന്നു. 4 ചാനൽ ആമ്പായിരിക്കുന്നു. ലേ ഔട്ട് അടിച്ചിട്ടില്ല. നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിൻ്റെ രീതിക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് പോലെ ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബാക്കിലേക്ക് ബോട്ടിലേക്ക് വരുമ്പോൾ ഇത്രയൊക്കെയാണ്. സ്കേർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റം സിയാസിന് വരുന്നതാണ്. അപ്പം അതിൻ്റെ സ്കേർട്ട് എടുത്ത് നമ്മൾ ഇതേ സ്യൂട്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ പ്രൈസൊക്കെ എത്രയായിരുന്നു? അത് പെയിൻറ്റിങ് ഉൾപ്പെടെ 12 രൂപ അടുത്ത് വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം നമ്മൾ വീഡിയോസ് കാണുന്നവർക്കും ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ, ഇപ്പോൾ എത്ര രൂപയാവും. അപ്പോൾ ഈ എൻ്റയർലി ഈ ഒരു ബിൽഡ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിന് ഇപ്പോൾ എത്ര രൂപ ആയിട്ടുണ്ട്? ഏകദേശം ഒരു 3 രൂപ അടുത്ത് വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഒരു, കാരണം എയർ തന്നെ ഇപ്പം 2 രൂപ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഉള്ള മോഡിഫിക്കേഷൻ എല്ലാം കൂടെ 3-4 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. ഒരു ഡീസൽ വണ്ടി എടുത്ത് ട്യൂൺ ചെയ്തപ്പം എന്തൊക്കെയായിരുന്നു കൺസേൺസ്? എന്തെങ്കിലും പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇങ്ങനെ പേടിയായിട്ടില്ല, നമ്മൾ കുറേ വണ്ടി കണ്ടല്ലോ. ഇപ്പൊ കുറേ പേര് ഇങ്ങനെ ട്യൂൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടായില്ല. എന്നാലും കാണും, നമ്മള് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വരും. ഇപ്പൊ തന്നെ ഞങ്ങൾ 5000 കിലോമീറ്ററിൽ നോർമൽ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പക്കാ സർവീസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എഞ്ചിന് വലിയ പ്രശ്നമില്ലാതെ പോകാം. പിന്നെ ഇപ്പൊ വണ്ടി ഇപ്പം അധികം ഓടിയിട്ടില്ല, 65 കിലോമീറ്റർ ആയിട്ടുള്ളൂ വണ്ടി. അപ്പം ഒന്നൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മേജർ സർവീസ് ചെയ്യുന്നൂടെ കുറച്ചുകൂടെ കെയർ കൊടുക്കേണ്ടി വരുമായിരിക്കും. മെയിൻ്റെനൻസ് പരമായിട്ട് ഇപ്പം 5000 കിലോമീറ്ററിലല്ലേ? 5000 കിലോമീറ്ററിൽ ഓരോ 5000 കിലോമീറ്റർ ഓടുമ്പോഴും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എയർ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ശരിക്കും? എയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബലൂണിന്റെ പൊക്കത്ത് എങ്ങനെ ഇരുന്നു നമ്മൾ ആ ഒരു ഫീലാ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഒരു ലെവലിൽ കൂടുതൽ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള റൈഡ് തന്നെയാണ് വരുന്നത്. മറ്റേ കോയിലോവറും സ്പ്രിങ്ങിൽ നിന്നും എന്തായാലും നമുക്ക് നല്ല കംഫർട്ട് വ്യത്യാസം തോന്നിക്കുന്നുണ്ട്. ഈ എയർ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ പ്രൈസ് ആണ് ഇച്ചിരി ഒരു ഇതിൽ നിൽക്കുന്നത്. ട്യൂൺ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നോക്കിയിരുന്നത്? ട്യൂൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടെർബോ കയറി വരാനൊരു ലാഗ് ഉണ്ടായിരുന്നു. അതിപ്പം ഇല്ലാന്ന് തന്നെ പറയാം. കുറച്ചുകൂടെ നമ്മുടെ കൂടെ വരുന്ന ഫീലുണ്ട് നമുക്ക്, കൂടെ എങ്ങനെ നിൽക്കുന്ന പോലെ. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു മടിയായിരുന്നു കയറി വരാൻ. ഇത് നമ്മളെ ശരിക്കും നമ്മളെ പുറകോട്ട് വലിച്ചെടുത്തോണ്ട് പോകുന്ന ഫീല് നമുക്കിപ്പോൾ തരുന്നുണ്ട്. സിറ്റിയിലും ഹൈവേസിലും ഇപ്പോൾ മൈലേജ് ഇപ്പോൾ എത്രയുണ്ട്? കറക്റ്റ് നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നാലും മൈലേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല, മുമ്പത്തേൽ നിന്നും കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എന്തെങ്കിലും മോഡ്സ് ഒക്കെ തനിയെ ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നോ? തനിയെന്ന് പറഞ്ഞാൽ ഇപ്പം അണ്ടർ ബോഡി ലൈറ്റ് ഒക്കെ തനിയെ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. നമുക്കൊരു കസ്റ്റം രീതിക്ക് നമ്മുടെ രീതിക്ക്. അല്ലാതെ അങ്ങനെ പേടിയാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വണ്ടി കത്തുന്ന ഇഷ്യൂ ഒക്കെ. അതിപ്പം എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ഒരു ഉള്ളിലൊരു ഭയമാണ് നമുക്ക് തന്നെ ചെയ്യാൻ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മോഡ്സ് ഒക്കെ നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ബ്രേക്സ് നമ്മൾ ബ്രേക്ക് ബ്രംബോയുടെ പാർട്സ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ എയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ ചെയ്തത്. അത് ആ ട്യൂണിങ്ങിന്റെ ആ ഒരു ഘട്ടം പോലെ ആ ഫിൽറ്ററിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാ. അപ്പം അത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം റോട്ടേഴ്സ് ഒന്ന് മാറിയാൽ കൊള്ളാവുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒക്കെ ബിൽഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി മുമ്പ് എയർ ചെയ്ത് ആർക്കും വന്നതിനൊരു ഇതില്ല. അവർ പണിയാൻ കയറ്റിയപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 months ഡിലേ വന്നിട്ടുണ്ട്. അപ്പം അവർക്കാണേലും ഒരു ഇതില്ല, ഫസ്റ്റായിട്ട് നമ്മൾ പണിയുന്നതുകൊണ്ട്. പക്ഷെ എന്നാലും അതേ ഉള്ളൊരു പ്രശ്നം. പിന്നെ നമ്മൾ അഴിച്ച് ചെയ്ത് അതിൻ്റെ ഒരു ടൈം ലാഗേ വന്നുള്ളൂ. വേറൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്കില്ലായിരുന്നു. മാക്സിമം അവർ നമ്മുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിലും പക്ക ഡീലിംഗ് ആയിരുന്നു. നമ്മളെ
എന്താണെങ്കിലും നമ്മൾ കറക്റ്റ് അറിയിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെല്ലാം കറക്റ്റ് അറിയിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇപ്പം ഇതിനകത്ത് കസ്റ്റം കിറ്റാണ് ചെയ്തിരിക്കുന്നത്, സ്ലം കിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡ്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അല്ല, നമ്മൾ ഡ്രോപ്പ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എയർ ചെയ്യുന്നതുകൊണ്ടൊരു മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അതും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് നോക്കിയിരുന്നത് ബിൽഡ് ചെയ്യാൻ നേരത്തെ. അതെ, അല്ലാതെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വണ്ടി എടുത്ത് നോക്കാനില്ല. അപ്പൊ ഈ വണ്ടി പോലെ എന്നുള്ളൊരു റെഫറൻസിന് ഒരു വണ്ടി ഇല്ല. ഓക്കെ. ഇനിയിപ്പോൾ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അവർക്കൊരു റെഫറൻസ് ചെയ്യാൻ ഒരു വണ്ടിയുണ്ട്. എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ്? ആൾക്കാര് പെട്ടെന്ന് ആർക്കും ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ഒരു പണിഞ്ഞ വണ്ടി അല്ലെങ്കിൽ ഒരു അവർ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫാമിലി കാറ്, അതിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം അല്ല ചെയ്ത് കാണിച്ചു എന്നൊക്കെ നോക്കുമ്പോൾ അവർക്ക് ആണല്ലോ അതിശയമാണ്. അവര് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫാമിലി കാർ ആയിരുന്ന സാധനം ഇങ്ങനെ ഒരു ലെവലിലോട്ട് ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ നിന്ന് ഇത്രയും ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചെയ്തു വന്നപ്പം നമ്മുടെ കൂടെ നിന്ന ആൾക്കാരാണേലും സപ്പോർട്ടിൻ്റെ കൂട്ടുകാരാണേലും നമ്മൾ സൈഡിലെ സ്റ്റിക്കർ വർക്കും കൂളിംഗ് ആണെങ്കിലും ബാക്കി പല വർക്കുകളും നമ്മുടെ കൂട്ടുകാർ തന്നെ നമ്മുടെ കൂടെ നിന്ന് എന്തിനും സപ്പോർട്ട് നമുക്ക് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് കൂടെ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും നമുക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ കൊള്ളാവോ എന്ന് ചോദിച്ചാൽ നീ അത് ചെയ്യുക, അല്ലെങ്കിൽ അത് കൊള്ളാം, അല്ലെങ്കിൽ അത് കൊള്ളത്തില്ലെന്ന് തന്നെ പറയാൻ നമുക്ക് പിള്ളേർ കൂടെ ഉണ്ടായിരുന്നു. അവരായിരുന്നു നമ്മുടെ ശരിക്കും കൂട്ടുകാർ തന്നെ ആയിരുന്നു നമ്മുടെ മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. വീട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ മെയിൻ സപ്പോർട്ട് നമ്മുടെ കൂടെ നിന്നവർ തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വീട്ടിലെ റെസ്പോൺസ്? വീട്ടിലാണേലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 4 മാസം വണ്ടിയില്ലാത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരെപ്പോഴും ചോദിക്കുമായിരുന്നു. പക്ഷെ വണ്ടി വന്നപ്പോൾ അവർ ശരിക്കും നോക്കിയിട്ടില്ല. ഓക്കെ താഴ്ന്നു പൊങ്ങുന്നു, അല്ലാതെ അവർക്ക് വേറൊരു കൗതുകപരമായിട്ട് അവരൊന്നോടൊന്നും ചോദിച്ചില്ല. അങ്ങനെ ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് കാര്യം നേരത്തെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ ഫാമിലി പർപ്പസ് തന്നെയായിരുന്നു വണ്ടി. ഇടയ്ക്ക് ആ കോവിലോവറിൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ നമ്മൾ 4 പേര് പോകുമ്പോഴൊക്കെ. അതിപ്പോൾ എയർ ആയപ്പം ആ ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് മെയിനായിട്ട് അതൊരു മെയിനൊരു പ്രിഫറൻസ് ആയിരുന്നു. വണ്ടി ആൾക്കാരെ നമ്മളെല്ലാവരും പോകണം, അല്ല നമ്മൾ ഫാമിലി മെമ്പേഴ്സ് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പം അതേതായാലും മാറി കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും. ബ്രോ ടോട്ടലി ഹാപ്പിയാണ്. അതെ അതെ. എന്തായാലും ബിൽഡ് ഓടിച്ചിട്ടായാലും എനിക്കും ആ ഒരു നമ്മളിപ്പോൾ ട്യൂൺ ചെയ്തേക്കുന്നതിന്റെ ആ ഒരു ഫൺ അത് സ്വിഫ്റ്റ് ഉള്ളവർക്ക് അറിയാം. അതെ, അത് എന്താണ് വണ്ടി, എങ്ങനെ നമ്മുടെ കൂടെ വരും എന്നുള്ള കാര്യം. അപ്പം താങ്ക് യു എൻ്റെ സൈഡിൽ നിന്നും ഓഡിയൻസ് സൈഡിൽ നിന്നും താങ്ക് യു ബ്രോ വന്ന് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചറിൽ കളർ ചേഞ്ച് ഉണ്ട്, അങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് മനസ്സിലുണ്ട്. ഓക്കെ. എന്തായാലും വിട്ട് കളയത്തില്ല. ഇതൊരു പ്രൊജക്റ്റ് പോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ആവുമ്പോഴും ബാക്കി അപ്ഡേഷൻസ് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിൽ. ഇത് പ്ലാനിങ് ഒക്കെ അങ്ങനെയാണ്. നൈസ്. അപ്പോൾ എല്ലാം നടക്കട്ടെ. അപ്പോൾ താങ്ക് യു. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ. ഒറ്റൊരുത്തൻ ഇവന്മാരെല്ലാം കൂടെ വന്നിരുന്നിട്ട് ഇത്രയും ശബ്ദം ഉണ്ടാക്കി ഈ വീഡിയോ കുളവാക്കിക്കൊണ്ടിരിക്കുന്നത്.